ഹായ് ഡിയേഴ്സ്, നീറ്റ് 2020യുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ലെവൽ MCC കൗൺസിലിങ്ങും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് ആയിട്ടും ഒക്കെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് നീറ്റ് 2021ന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. NDTVയുടെ അനൗൺസ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മെയ് 2 നീറ്റ് 2021 എക്സാം ഡേറ്റ് NDTV പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ സിലബസിലോ എക്സാം പാറ്റേണിലോ ഒന്നും യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ, ഇപ്പൊ എന്താണ് മിസ് ഇത് പറയുന്നതെന്ന്? ഇപ്പൊ ഇത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അടുത്ത എക്സാമിനുള്ള ഡേറ്റ് വന്നിരിക്കുന്നു. നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, അതായത് NTA ആണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നീറ്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് MCC ആണ്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. MCC നമുക്ക് പരിചയമുണ്ടായിരിക്കും. അപ്പൊ പുതിയ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ സൈറ്റ് അഡ്രസ് ഒന്നും തന്നെ പരിചയം ഉണ്ടാവില്ല. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ MCC ആണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നമുക്ക് നീറ്റും JEE എക്സാംസ് എല്ലാം നടത്തുന്നത്. അതായത് MBBS, BDS, ആയുഷ്, വെറ്റിനറി സയൻസ് ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും നമ്മളെ സ്റ്റേറ്റ് വൈസ് ആയിട്ടും ഓൾ ഇന്ത്യ കോട്ടയിലേക്കും ഒക്കെ തന്നെ ഒരൊറ്റ സ്കോറിംഗ് മാർക്കാണുള്ളത്. നീറ്റ് എക്സാം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ, ഓൾ ഇന്ത്യ കോട്ടയിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ തന്നെ ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ. എക്സാമിന്റെ പാറ്റേൺസിലോ സിലബസിലോ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് NDTV അറിയിക്കുന്നത്. ഓഫ്ലൈൻ മോഡിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇന്ത്യ മൊത്തമുള്ള കുട്ടികളെ, അതായത് ഏകദേശം 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാമിന് സൗകര്യങ്ങൾ ഒരുക്കുവാൻ അത്ര കമ്പ്യൂട്ടറുകൾ എല്ലാം വേണം. അത് തന്നെ പര്യാപ്തം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മോഡിൽ തന്നെയായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാം ഡിഫിക്കൽട്ട് അക്കാദമിക് കരിക്കുലം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേഷൻസും മാത്രമാണ് ഇതിന്റെ മുന്നിലുള്ളത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഈ ഒരു സമയം തന്നെ മതി. ഒരു 3 മാസം നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത് നീറ്റ് 21 ഈസ് എക്സ്പെക്ടഡ് ടു എൽഡ് ഓൺ മെയ് 2 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. NDTV ആണ്. NTA വെബ്സൈറ്റിൽ ഒന്നും തന്നെ വന്നിട്ടില്ല വിദ്യാർത്ഥികളെ. എന്തായാലും നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കുട്ടികൾക്ക് തുടങ്ങാം. എല്ലാവരും ഇപ്പം ഓൺലൈൻ തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അതിലുള്ള സിലബസുകളിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നതല്ല. നമുക്കറിയാം 3 സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാംസ് ഉണ്ടാവുക: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ +1ന്റെയും +2ന്റെയും NCERT സിലബസ് കംപ്ലീറ്റ് തറവായിരിക്കണം. അതായത് ഫസ്റ്റ് ഇയറിന്റെ പോർഷൻസും സെക്കൻഡ് ഇയറിന്റെ പോർഷൻസും അടക്കമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അപ്പൊ 45 × 4 എന്ന് പറയുമ്പോൾ 180 മാർക്സ് ആണ് ഉണ്ടാവുക. 180 മാർക്സിനായിരിക്കും. കെമിസ്ട്രിയിലും 45 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അപ്പം 180 മാർക്സ് ആണ് ടോട്ടൽ മാർക്സ്. ബയോളജിയില് ബോട്ടണിയും സുവോളജിയും കൂടി ഒന്നിച്ചാണ് നമ്മൾ ബയോളജി പേപ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. അങ്ങനെ 90 × 4 = 360 മാർക്സ്. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്കും, തെറ്റാണെങ്കിൽ 1 മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1 മാർക്ക് കുറയുന്നതായിരിക്കും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ 180 ക്വസ്റ്റ്യന് നമുക്ക് ഓരോന്നിനും 4 മാർക്സ് വീതമാണെങ്കിൽ ദാറ്റ് ഈസ് = 720. മൊത്തം 720ക്കാണ് നമുക്ക് ടോട്ടൽ നീറ്റിന്റെ സ്കോറിംഗ് ഉണ്ടാവുക. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ തന്നെ ഫീസ് വളരെ കൂടുതലായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അഡ്മിഷനുള്ള ഒരു ടൈറ്റ്, നമ്മളെ എല്ലാ കുട്ടികളും വളരെ ടെൻഷൻ ആവുന്നുണ്ട്. നല്ല മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട്.
പക്ഷേ നമുക്ക് ആ സ്കോറിങ്ങിൽ വരുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കൊരു സേഫ് സോൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ഈ ഒരു സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ അതും ഇതും ഇപ്പം എല്ലാവരും ഓൺലൈനാണ് പഠിക്കുന്നത്, ഫോൺ ഉപയോഗിച്ചിട്ട് വേറെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടാവും, ഗെയിംസ് ആയാലും ടി വി സിനിമ എല്ലാം കാണുന്നുണ്ടാവും. കഴിയുന്നതും അതൊക്കെ തന്നെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു നീറ്റിൻ്റെ എക്സാമിനേക്ക് വേണ്ടി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ സ്കോർ നമ്മൾ എപ്പോഴും 700 എന്നുള്ള മാക്സിമം സ്കോർ തന്നെ മനസ്സിൽ നമ്മൾ കരുതിയിട്ട് വേണം പഠിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ മാത്രം മതി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വിത്തിൻ ടൈം ബോണ്ട് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് വിചാരിച്ച എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഇനി സിലബസിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. ഇനി വരുമായിരിക്കും, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ വരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ നല്ലൊരു ഹാർഡ് വർക്കിങ്ങോട് കൂടിയിട്ട് നീറ്റ് 2021 ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ MBBS പഠനം ഉണ്ടാകാവുന്നതാണ്. അതായത് രക്ഷിതാക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ഹാർഡ് വർക്കിംഗ് തുടങ്ങുക. ഓക്കെ, ഇനിയിപ്പോൾ റിപ്പീറ്റേഴ്സിനായാലും വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇപ്പോൾ ഡിസംബറിലോട് കൂടിയിട്ടായിരിക്കാം അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയാകുക നീറ്റ് 2020. അപ്പോൾ പിന്നെ കുറഞ്ഞൊരു 2 മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് 2021 എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ അവരുടെ പഠനവും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത് തന്നെ നീറ്റിന്റെ കെമിസ്ട്രി സീരീസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടൈം ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റിൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റ് 2021 രജിസ്ട്രേഷൻ നടപടികളുടെ ഏകദേശം ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് NTTV പുറത്തുവിട്ട ന്യൂസാണ് കുട്ടികളെ, NTA വെബ്സൈറ്റിൽ വന്നതല്ല. രജിസ്ട്രേഷൻ ഫോർ നീറ്റ് 2021 വിൽ സ്റ്റാർട്ട് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഡിസംബർ എന്നാണ് പറയുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഉണ്ടാകുന്നത്. നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ, എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറത്ത് വിടുന്നതായിരിക്കും. ഈ വർഷം തന്നെ പല വിദ്യാർത്ഥികൾക്കും അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിസർവേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നടപടികൾ നടത്തേണ്ടതാണ്. നമ്മളൊരു പ്രൈവറ്റ് ഏജൻസിയിൽ കൊണ്ട് ഏൽപ്പിച്ച് നമ്മളെല്ലാ രേഖകളും കൊടുത്ത് നമുക്കത് ചെക്ക് ചെയ്യാത്തതിനുള്ള അവസരം ഇല്ലാത്തതിനാൽ തന്നെ പല വിദ്യാർത്ഥികളും മിസ്സറിയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ജനറൽ തന്നെയാണ് കൺസിഡർ ചെയ്യുക. പിന്നീട് യാതൊരു കാരണവശാലും അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും വളരെ സസൂക്ഷ്മമാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. ഇനി അടുത്തതായി ദ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ് ഫോർ നീറ്റ് 21 ക്യാരിയഡ് ത്രൂ ദി ഓൺലൈൻ മോഡ് തന്നെ പറയുന്നുണ്ട്. ഓൺലൈൻ മോഡാണ്. സ്റ്റുഡൻസ് ഷുഡ് രജിസ്റ്റർ ഫോർ ഓൺലി 1 ആപ്ലിക്കേഷൻ ഫോം സിൻസ് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ മൈറ്റ് റിസൾട്ട് ഇൻ ദ റിജക്ഷൻ ഓഫ് ദി ഫോം. ആകെ ഒരൊറ്റ പ്രാവശ്യമേ നമ്മൾ രജിസ്ട്രേഷൻ നടത്താൻ പാടുള്ളൂ. മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും. Students required fill the application form with their valid email ID and mobile number because all further communication will be carried out by email ID and mobile number. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പോഴും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയുമാണ് കൊടുക്കേണ്ടത്. ഇനി അപ്ലിക്കേഷൻസ് പ്രോസസ്സിൽ 5 സ്റ്റെപ്സുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാണ് ഓൺലൈനായിട്ട്. അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സുകളൊക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫില്ലിംഗ് അപ്പ് ഓഫ് ദി ഡീറ്റെയിൽസ് ഇൻ ദി ആപ്ലിക്കേഷൻ. നമ്മൾ ആ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലോഡിങ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകളും ഒക്കെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് ആ ഇമേജിന്റെ പ്രത്യേകം സൈസുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാകും, സിഗ്നേച്ചേഴ്സ് ഉണ്ടാകും. കംപ്ലീറ്റിംഗ് ആപ്ലിക്കേഷൻ ഫീ, പിന്നെ നമ്മൾ ഫീ അടയ്ക്കണം. ഓരോ കാറ്റഗറി വൈസ് ആയിട്ടൊക്കെയുള്ള ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതായിരിക്കും. ആൻഡ് പ്രിന്റിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെന്റ് റിസീപ്റ്റ്സ് ആണ്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്തിട്ട് അതിനൊരു കറക്ഷൻ ഡേറ്റും കൂടി അവർ തരുന്നതായിരിക്കും. അത് പറയുന്ന ഡേറ്റ് ഏകദേശം ജനുവരി 20
ലാസ്റ്റ് വീക്കാണ് കറക്റ്റ് ചെയ്യാനുള്ള. ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. പേയ്മെന്റ് പറയുന്നത് ഓഫ്ലൈൻ മോഡിലും ഓൺലൈൻ മോഡായിട്ടും നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതായത് SC/ST കാറ്റഗറി ഉള്ള കുട്ടികൾക്ക് 750 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC കാറ്റഗറിക്കാർക്ക് 1400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഫർദർ ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ തന്നെ നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. പ്രിയ വിദ്യാർത്ഥികൾ, വളരെ ഹാർഡ് വർക്കിങ്ങോട് കൂടി തന്നെ മുന്നേറുക. നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് മാറ്റിവെച്ച് പഠനത്തിലേക്ക് തിരിച്ചു വരിക. വളരെ കുറഞ്ഞ മാസമേ ഉള്ളൂ. 5 മാസം നമ്മൾ നല്ല ഹാർഡ് വർക്കിങ്ങോട് കൂടിയിട്ട് ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസുകൾ വിത്തിൻ ടൈം ബോണ്ട് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നീറ്റിന്റെ കട്ട് ഓഫും കൂടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈസി ആയാൽ പോലും അതിന്റെ കട്ട് ഓഫ് കൂടുതലാകും. അതുകൊണ്ട് അതെല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പം നമ്മൾ ഒന്നും നോക്കേണ്ട, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്കത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇനി തുടർന്നുള്ള പുതിയ രജിസ്ട്രേഷൻ നടപടികളും എല്ലാം തന്നെ നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.